അബ്ബ നിക്ക് തന്നു പെണ്ണിടെ നീ ജാഗ്രതാക്കിയ അത് അള്ളാഹുടെ അമാനത്ത്, അള്ളാഹുടെ ആജ്ഞപ്രകാര അള്ളാഹുടെ പേരിൽ ആ പെണ്ണിടെ നീ കെട്ടിരേ. അല്ലാണ്ട് ഉസ്താദ് നിക്ക് കാലി കൈപിടിച്ച് കെട്ടിട്ട് എന്തുവല്ല ജമാഅത്തുകളെ ആജ്ഞ ഉള്ളത്, അത് അള്ളാഹുടെ ആജ്ഞയാണത്. ഫസ്റ്റ് ഒരു പെണ്ണിടെ അബ്ബ തന്റെ മർമോന്റെ കൈ പിടിച്ചിട്ട് ഫസ്റ്റ് ചൊല്ലുടെ പൽക്ക യാബാ മോനെ ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല, അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം അല്ലാഹുടെ ആജ്ഞ പ്രകാരം ഇതാ നന്റെ മോല്ലനാണ് നിക്ക് കെട്ടുവാട്ടി തരട്ടാ മിൻ ഇംസാകിൻ ബിമഅറൂഫ്. ഇത്ര നാള് ആ പെണ്ണിടനാണ് ബൽത്തിയബ്ബ, എത്ര കഷ്ടം വന്നിട്ട് നാണവുള്ള ബൽത്തിട്ട് ഇണ്ട് നിന്റെ കൈകനാണ് വെച്ച് തരട്ടാ. അതുകൊണ്ട് നല്ല നിലക്ക് നീനവുള്ള നോക്കണു. എവിടെങ്കിലും ഇത് നക്കിനിക്കല് ചൊന്നുരങ്ങ പുൽപ്പുടലേ ആ അപ്പടെ കണ്ണട തണ്ണി നിക്കുവായില്ലല്ലോ. അബ്ബ ചെല്ല മോനെ നാനിക്ക് കെട്ടുവാട്ടി തന്നോ മോളിലെ നീര് ജാഗ്രതയാക്കി ഗബ്ബാ ഔ തസ്രീൽ ബിഹിസാൻ. ഇനി അവളു നിക്ക് തപ്പാക്കിയാലാ, അവളു നീ ചൊന്നതുപോലെ കേട്ടില്ലേ, നിക്കൗലെങ്കിലും എതിരുമുണ്ടിയാലാ, നീനവളു അടിക്കണ്ട, നീനവളു ചോറ് തന്നി കൊടുക്കാടിക്കണ്ട. എങ്ങനെ നിന്റെ കയ്യിൽ നിന്നാണ് തന്നത് അതേപോലെ അവളെ നന്റെ കയ്യിൽ കൊന്ന് തിരിച്ചു തന്നു. സുഹൃത്തുക്കളെ ശരിയല്ലേ? ഒരബ്ബകളുടെ പൽക്കമാണിത്. ഇത് അർത്ഥവും തിന്നെങ്ക് നാണും നിങ്ങ പുൽപ്പിടലേ. അതുകൊണ്ട് മനസ്സിലാക്കണ ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിടെ ഭാഗത്തെ ചൊമ്മ തപ്പുങ്ങ പറൂ, പെണ്ണിടെ ഭാഗത്തെ ചൊമ്മ അനാനുസരണ പറൂ. പെണ്ണ് വേണ്ടതുപോലെ കേട്ടോണ്ടില്ല, അതിനെ സരിയാക്കുകയും ഇസ്ലാമു നിക്ക് ചില രൂപ പഠിപ്പാട്ട് അത് കേക്കുറി പറ. ഇനി ഒരു പെണ്ണ് ചൊന്നതുപോലെ കേട്ടില്ല, ഒരു പെണ്ണ് വേണ്ടതുപോലെ അനുസരിക്കില്ല, അവൾക്ക് ബലമേ വെക്കില്ല ഉസ്താദേ, അവൾക്ക് അടിക്കാമാ, അവളെ ചവിട്ടി ഭർത്താവിടോമാ, അവളെ മേലെ കേസാക്കണമാ. അയക്ക് പരിഹാരം പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ട്. അതെന്തേ? അത് പരിശുദ്ധ ഖുർആനിൽ യജമാനനായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചൊല്ലുന്ന ഖുർആൻ